ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ബി എ ഗുഡ് മോം. അപ്പോൾ തംബ്നെയിലും ടൈറ്റിലൊക്കെ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഉഷാറായിട്ടുള്ള ഒരു കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. കുറേ ദിവസമായിട്ട് നമുക്ക് ഡീപ്പ് ക്ലീനിങ് ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്താണെങ്കിലും മൈൻഡ് സെറ്റാക്കി ഡീപ്പ് ക്ലീനിങ് ചെയ്യാനുള്ള ഒരു പുറപ്പാടിലാണ്. അപ്പോൾ അതാ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ കുക്കിംഗ് ചെയ്തതിൻ്റെ ബാലൻസും കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ കൗണ്ടർ ടോപ്പിലുണ്ട്. അതെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ക്ലീനിങ് ആണല്ലോ, ഡീപ്പ് ക്ലീനിങ് ആണല്ലോ. ആ ഒരു മൈൻഡ് സെറ്റിലായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അങ്ങനെ ക്ലീനിങ് ഒന്നും രാവിലെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളിത് ആ കാർട്ടൂൺ കാണാണ്. അതിന് ശേഷം അപ്പം ഞാൻ ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പം നമ്മുടെ സ്റ്റൗവിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങി ഹാൻഡ് വാഷിൻ്റെ 1-2 ഡ്രോപ്പ് ഒഴിച്ചിട്ട് നമ്മുടെ നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ അതിൻ്റെ അടിയിലുള്ള നമ്മുടെ സ്റ്റൗവിൻ്റെ അടിയിലുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്ത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മിക്സി ഒന്ന് നീറ്റാക്കണം. അപ്പോൾ അത് മിക്സിയുടെ ഉള്ളിലുള്ള ആ ഒരു ഭാഗമൊക്കെ ഒന്ന് നീറ്റാക്കി എടുത്തു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നമ്മുടെ ഓരോ ഏരിയ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു തുണി ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മിക്സിയൊക്കെ ഒന്ന് സൈഡാക്കി. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ സൈഡ്, അതുപോലെ തന്നെ ഈ ഒരു ടൈല്, ഇതൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ അതാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ മേളിൽ നിന്ന് താഴോട്ട് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒരു സൈഡ് ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഭരണി, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹോൾഡർ ഉണ്ടല്ലോ, നമ്മുടെ ഇതൊക്കെ വെക്കുന്ന സ്പൂണൊക്കെ വെക്കുന്ന ഹോൾഡർ, അതും കൂടി ഒന്ന് മാറ്റിയതിന് ശേഷം മിക്സിയും ഒന്ന് മാറ്റി അവിടെയും ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ പിയോണു എൻ്റെ സൈഡിലുണ്ട്. ഞാൻ അവനോട് കൂടി സംസാരിച്ചിട്ട് നിന്നിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യണേ. അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലാബ്, ഈ ഒരു നമ്മുടെ ടൈലും കൂടി ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ കിച്ചൺ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ നേരത്തെ ഞാൻ എപ്പോഴും സൈഡ് ബൈ സൈഡായിട്ടാണ് തുടങ്ങുക. കാരണം എല്ലാം ഒന്ന് താഴോട്ട് ഇറക്കി വെച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യില്ല. ഓരോ സൈഡിലോട്ട് ക്ലീൻ ചെയ്ത സൈഡിലോട്ട് മാറ്റി മാറ്റി വെച്ചാണ് അങ്ങനെയാണ് ക്ലീൻ ചെയ്യുക. ഇനിയിപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പിൻ്റെ മേലേക്ക് നമ്മുടെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെ നിരന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് ഒതുക്കി വെച്ചു. അതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് അതിൻ്റെ മേലുള്ള ടൈലും ഒന്ന് തുടച്ച്, ഇനിയിപ്പം കൗണ്ടർ ടോപ്പിൻ്റെ മേലെ കയറി നിന്നിട്ട് വേണം ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ എത്തത്തില്ല കേട്ടോ. അപ്പോൾ ഇതാ മേളിലുള്ള ആ ഒരു സൈഡിലുണ്ടായിരുന്ന പൊടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി. ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റാൻഡൊന്ന് നീക്കണം. സ്റ്റാൻഡൊന്ന് നീക്കി ആ ഒരു സൈഡിൽ സ്റ്റാൻഡിൻ്റെ അടിയിൽ അങ്ങനെ എല്ലാ ദിവസമൊന്നും തുടയ്ക്കില്ലല്ലോ നമ്മൾ. അപ്പോൾ 2 ആഴ്ചയിലൊരിക്കൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ തുടയ്ക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ്, പാത്രം വെക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് ഇത് നമ്മുടെ കബോർഡിൻ്റെ ഉള്ളിലോട്ട് വെക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തതാണ്. പക്ഷെ അത് കയറൂല കേട്ടോ, വലുതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഒരു സൈഡിലായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതങ്ങനെ ആർക്ക് ശല്യമില്ലാണ്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഗ്ലാസ് വെക്കുന്ന ഈ ഒരു കുഞ്ഞി സ്റ്റാൻഡ് ഉണ്ട്, അത് നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടായി. അപ്പം ആ ഗ്ലാസ് കപ്പൊക്കെ ചിലത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ചിലത് നമ്മൾ യൂസ് ചെയ്യണില്ല. യൂസ് ചെയ്യാത്തതിൽ നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ട്. യൂസ് ചെയ്യുന്നത് പിന്നെ കഴുകുന്നത് കൊണ്ട് അങ്ങനെ പൊടിയായിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സ്പൂണൊക്കെ വെക്കുന്ന ഒരു ട്രേ, ഒരു ഹോൾഡർ, അതൊന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലുള്ള ഫോർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു. അതിനുശേഷം പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ വെജിറ്റബിൾ ട്രേ വെക്കുന്ന ആ ഒരു ഏരിയ അവിടെ ഒന്ന് വൃത്തിയാക്കണം. അപ്പം വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് അതിൻ്റെ അടുത്തോട്ട് അങ്ങനെ അങ്ങോട്ട് ചേർന്ന് നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മുടെ വെജിറ്റബിൾ ട്രേ ഒന്ന് സെറ്റാക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വെജിറ്റബിൾ ട്രേ വെച്ചപ്പം പേപ്പർ ഇടാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ അത് കാരണം കൊണ്ട് നിറച്ചും പൊടി അവിടെ വീണു. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു പൊടി, ഉള്ളിയുടെ തൊണ്ടൊക്കെ ഉള്ളതൊന്ന് കൊട്ടി കളഞ്ഞിട്ട് പേപ്പറൊക്കെ ഇട്ട് ഒന്ന് നമ്മുടെ വെജിറ്റബിളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ വാഷിംഗ് മെഷീനിലൂടെ നമ്മുടെ ഈ കിച്ചൺ ടവലൊക്കെ ഇല്ലേ, അതൊക്കെ അലക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ സൈഡിൽ അവിടേക്ക് വീഴാത്ത രീതിയിൽ ഞാൻ ഒന്ന് നമ്മുടെ ഈ ടൂത്ത് ബ്രഷൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഒരു ഗ്യാപ്പുള്ള ഏരിയയിലൊക്കെ ഒന്ന് തേച്ച് കഴുകുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഹാൻഡ് വാഷ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒന്ന് തേച്ചെടുക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഈസിയാണ് കേട്ടോ, ഇങ്ങനെ ഈ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇതുപോലെ വാഷിംഗ് മെഷീൻ്റെ ഏരിയയൊക്കെ വൃത്തിയാക്കാൻ നല്ല ഈസിയാണ്.
അപ്പോൾ ഞാൻ കൂടുതലായിട്ടും നമ്മുടെ ടൂത്ത് ബ്രഷാണ് ഇതുപോലുള്ള ഏരിയാസൊക്കെ നീറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇതാ ഒരു പുതിയ ടൂത്ത് ബ്രഷ് കൊണ്ടുവന്നത് കൂട്ടത്തിലുണ്ടായിരുന്ന എക്സ്ട്രാ ഒരെണ്ണം കിട്ടിയത് ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ടാപ്പിൻ്റെ അടിയിലും ഒക്കെ അതുപോലെ തന്നെ ഈ ടൈലിൻ്റെ ഗ്യാപ്പൊക്കെ വരില്ലേ, അവിടെയും നമുക്ക് ഇതുപോലെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഒന്ന് തേച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഈസിയാണ്. മറ്റുള്ള ബ്രഷിനെക്കാട്ടിലും ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഈ ഒരു ടൂത്ത് ബ്രഷാണ്. ഇനിയിപ്പോൾ ഇതാ നമുക്കൊന്ന് വൈപ്പ് ചെയ്തെടുത്തു. പിന്നെ ഇനിയിപ്പോൾ വാഷ് ബേസിൻ ഒന്ന് നമ്മുടെ എക്സോ വെച്ചിട്ട് ബ്രഷൊക്കെ വെച്ചിട്ട് ഒന്ന് തേച്ച് നീറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ വിനേഗറും നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഉള്ള മിശ്രിതം ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ട്. ഇന്നിപ്പം അതിനൊന്നും ടൈം എടുത്തില്ല, നമ്മൾ എക്സോ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ അടിച്ചു വാരലും ഒക്കെ അച്ഛൻ ചെയ്തു തന്നു. ഇനിയിപ്പോൾ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ നമ്മുടെ വിൻഡോ ഉണ്ടല്ലോ, കിച്ചൻ്റെ വിൻഡോ, ആ വിൻഡോ ഒന്ന് നെറ്റൊക്കെ ഒന്ന് തുടച്ചായിരുന്നു. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ ജനലിൻ്റെ സൈഡും ഒന്ന് തുടച്ചായിരുന്നു. ഇനിയിപ്പോൾ അച്ഛൻ തുടയ്ക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ഡോറൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ നീറ്റാക്കുമ്പോൾ എല്ലാ ഏരിയയും ഒന്ന് നീറ്റാക്കുന്നതല്ലേ നമുക്ക് നല്ലത്. അപ്പോൾ അത് അച്ഛൻ ഇങ്ങനെ തുടയ്ക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ നമ്മുടെ മോപ്പ് വെച്ച് തുടയ്ക്കുമ്പോൾ പോകാൻ പാടായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു ഇങ്ങനെ പതിഞ്ഞിട്ടുണ്ടാവില്ല ചില ഐറ്റംസൊക്കെ, ചില അഴുക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അടിച്ച് തന്നതുകൊണ്ട് പിന്നെ ആളെ തുടയ്ക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് അത്രയും ഈസിയായി കാര്യങ്ങൾ. ഇതിപ്പം കുറേ സമയം എടുത്തു, ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതാ അച്ഛൻ തുടച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൻ്റെ ആ ഒരു ഡീപ്പ് ക്ലീനിങ് അവസാനിക്കും കേട്ടോ. ഫ്രിഡ്ജിൻ്റെ അടിയും എല്ലാം തുടച്ചു. ഇനിയിപ്പം അടുത്ത ദിവസമാണ് ഞാനിനി ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കണേ, കാരണം ഇന്നിപ്പോൾ സമയമില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മുടെ കിച്ചണൊന്ന് അത്യാവശ്യം നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു നെറ്റൊക്കെ ഒന്ന് തുടച്ചു, അതുപോലെ കൗണ്ടർ ടോപ്പും ക്ലീൻ ചെയ്തു. ഇനിയിപ്പം വാഷ് ബേസിനും വാഷിംഗ് മെഷീനും ക്ലീൻ ചെയ്തു. സ്റ്റൗവ് അതുപോലെ തന്നെ സ്റ്റാൻഡൊക്കെ നീക്കി ഒന്ന് തുടച്ചു. അതുപോലെ നമ്മുടെ ടൈലും എല്ലാം ഒന്ന് തുടച്ച് നീറ്റാക്കി. കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കും, കാരണം നമുക്ക് വേറെ ഏരിയ ഇല്ല മാറ്റി വെക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചോറ്, അതുപോലെ കുടിക്കാനുള്ള വെള്ളം, ഗ്ലാസ് സ്റ്റാൻഡ്, പാത്രം വെക്കുന്ന സ്റ്റാൻഡ്, പാത്രം കഴുകി വെക്കുന്ന ആ ഒരു ട്രേ, അതുപോലെ വെജിറ്റബിൾ ട്രേ, അതൊക്കെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് വേറെ അങ്ങനെ മാറ്റി വെക്കാനുള്ള ഏരിയ ഇല്ല കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയണേ. പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.